ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊലസി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്ലാന്റിനെ കുറിച്ചല്ല, ഈ പ്ലാന്റുകളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ചാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒന്ന് രണ്ട് സ്റ്റാൻഡുമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെടികൾ വളർത്തുന്നവർക്ക് ഒരു പ്രധാന പ്രശ്നമാണ് ഈ ചെടിയുടെ അടിയിൽ കൂടി മണ്ണൊക്കെ നമ്മളുടെ നിലത്തൊക്കെ വന്നിട്ട് ആകെ വൃത്തികേടാകുന്നത്. അപ്പോൾ ഞാനും ചെടികളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. അതായത് നമ്മുടെ താവൂക്കൊക്കെ വെച്ചിട്ട് സപ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ഇടയിലൊക്കെ ഈ മണ്ണും ചെളിയുമൊക്കെ അടിഞ്ഞ് ആകെ വൃത്തികേടാകുന്നു. അങ്ങനെയാണ് ഒന്ന് രണ്ട് പ്ലാന്റിൻ്റെ സ്റ്റാൻഡ് പണിയിക്കാമെന്ന് വെച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റാൻഡ് വാങ്ങണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം തിരയുന്നത് മിക്കവാറും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെല്ലാവരും തിരയുന്നത് ഓൺലൈൻ സ്റ്റോറിലായിരിക്കും. അതിപ്പോൾ ആമസോൺ ആവാം, ഫ്ലിപ്കാർട്ട് ആവാം, ഏതായാലും ആവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി സ്റ്റാൻഡുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ഇതുപോലെ സ്റ്റാൻഡുകൾ വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ചട്ടികളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ ആ പോട്ടിംഗ് മിക്സും ചെടിയുടെ വെയിറ്റും ആ പോട്ടിൻ്റെ വെയിറ്റും എല്ലാം കൂടി ആക്കിയിട്ട് ആ ഒരു സ്റ്റാൻഡിൽ വെക്കുമ്പോൾ അതിൻ്റേതായ കട്ടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത് പെട്ടെന്ന് വളഞ്ഞു പോവുകയും ചെയ്യും. മാത്രമല്ല, നമ്മുടെ സ്ഥലത്തിന് അത് ഒട്ടും തന്നെ ആപ്റ്റാവുകയുമില്ല. ചിലപ്പോൾ അത് ചെറുതായിരിക്കും. നമ്മുടെ പ്ലേസിന് അനുസരിച്ച് നമുക്ക് ആ ഒരു സ്റ്റാൻഡ് കംഫർട്ട് ആവുകയെ. ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് ആ ഒരു സ്റ്റാൻഡ് വാങ്ങാം എന്ന് ആലോചിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3000 അല്ലെങ്കിൽ 2500, 3000 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും. അത്യാവശ്യം ഒരു ഇച്ചിരിയൊക്കെ മെച്ചറായിട്ടുള്ള ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡ് തന്നെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡ് വാങ്ങിയാൽ തികയെത്തുന്നില്ല. അപ്പം നമ്മൾ 2 3 ഒക്കെ സ്റ്റാൻഡുകൾ വാങ്ങും. പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാലും അതിന് വളരെ ക്വാളിറ്റിയും വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റിയും ഒന്നും ഉണ്ടാകണമെന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഞാൻ പറയുന്നത്, നമ്മൾ സ്റ്റാൻഡ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ കൂടെ 1000 2000 രൂപയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റാൻഡ്, നമ്മുടെ ആ ഒരു ഗാർഡന് കംഫർട്ടായിട്ടുള്ള കറക്റ്റ് സൈസിൽ ഉള്ള സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും, എവിടെ നിന്നാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്? ഈ എൻജിനീയറിംഗ് വർക്കൊക്കെ ചെയ്യുന്ന ഷോപ്പുകൾ കാണാം. അതായത് നമ്മുടെ ഈ ഷീറ്റ് ഇടുന്ന വർക്കുകൾ, അതേപോലെ ഗ്രില്ലിൻ്റെ വർക്കുകൾ, അങ്ങനെയൊക്കെ ചെയ്യുന്ന അവിടെ നമ്മൾ ചെന്ന് അവരെ ഒന്ന് കണ്ടിട്ട് നമ്മൾ പറയാം നമുക്ക് ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, ഒന്ന് വന്ന് നമ്മളെ അളവൊക്കെ എടുക്കാൻ. അപ്പോൾ അവർ വന്ന് നമുക്ക് അളവൊക്കെ എടുത്ത് നമുക്ക് എങ്ങനെയുള്ള സ്റ്റാൻഡാണ് ആവശ്യം എന്ന് നോക്കിയിട്ട് അവരൊരു റേറ്റ് ഇട്ട് തരും. അപ്പോൾ അവരുടെ റേറ്റ് നമ്മൾ വാങ്ങിയിട്ട് വേറെ 1-2 പേരെ കൂടി നമ്മൾ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് റേറ്റ് ഇട്ട് തരും. അപ്പോൾ ഇതിൽ ആരാണോ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഇട്ട് തരുന്നത് അവരെ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ കംപ്ലീറ്റ് കമ്പി തന്നെ എടുത്ത് നമ്മൾ ഇതേപോലെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് റേറ്റ് ആവും. അപ്പം നമുക്ക് വേണമെങ്കിൽ ടോപ്പിന് മുകളിൽ 1-2 കമ്പി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ നെറ്റ് കിട്ടും. അപ്പോൾ ആ നെറ്റ് വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ റേറ്റ് നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കാം. അത് മാത്രമല്ല, ഈ നമ്മൾ ഉണ്ടാക്കിക്കുന്ന സ്റ്റാൻഡിൽ നമ്മൾ പ്രൈമറും പെയിൻറ്റും ഒക്കെ അടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ കാലങ്ങളോളം അത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് സ്റ്റാൻഡ് വാങ്ങുന്നതാണോ നല്ലത്, അതോ നമ്മൾ ഉണ്ടാക്കുന്നതാണോ നല്ലത്? ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ചെടികളൊക്കെ ഞാൻ നിലത്താണ്, കുറേ സ്ഥലത്തൊക്കെ നിലത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ വെള്ളമൊക്കെ വീഴ്ത്തുമ്പോൾ അതിൻ്റെ മണ്ണെല്ലാം നിലത്ത് വരും. അപ്പോൾ നിലമൊക്കെ ആകെ അഴുക്കാകുകയും വൃത്തികേടാകുകയും ചെയ്യും. അപ്പോൾ കരുതി ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി ഇതിനെ ഒന്ന് അടുക്കി പറക്കി ഒതുക്കി സ്റ്റാൻഡിലാക്കി വെക്കാം. നമ്മൾ 3 സ്റ്റാൻഡാണ് പണിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 തട്ടായിട്ടാണ് 3 സ്റ്റാൻഡും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്റ്റാൻഡ് ഇതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പെയിൻ്റ് അടിക്കാനായിട്ട് നമ്മളതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഓൾറെഡി അവർ പ്രൈമറും അതേപോലെ ഈ മെറ്റൽ കോട്ടിങ്ങിലുള്ള പെയിൻറ്റും ഒക്കെ അടിച്ചാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് അല്ലാത്തൊരു ബ്ലാക്ക് പെയിൻറ്റും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വെക്കുമ്പോൾ അതിലെ വെള്ളമൊക്കെ വീണിട്ട് ഇത് പെട്ടെന്ന് കേടാകും. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് പെയിൻറ്റ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റാൻഡ് ഇതാണ്. ഇത് കുറച്ച് ഒരു വലിയ സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലാണ് വെക്കുന്നത്. ഇത്രയും വലിയ ഒരു സ്റ്റാൻഡാണത്. അപ്പോൾ ഇത് മണ്ണിൽ തന്നെ വെക്കുന്നത് കൊണ്ട് താഴ്ന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ആ ഭിത്തിയിൽ വെൽഡ് ചെയ്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിലത്ത് മണ്ണിലാകുന്നത് കൊണ്ട് തന്നെ ഇത് നിലത്തുനിന്ന് നമ്മൾ ചിലപ്പോൾ സ്റ്റാൻഡിൽ പോട്ട്സുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ ഷേക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് വെൽഡ് ചെയ്ത് നമ്മൾ ഭിത്തിയിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ലെങ്തുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഒത്തിരി ചെടികൾ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും.
അപ്പോൾ ഇതിൽ പെയിൻ്റ് അടിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ ആപ്കോലൈറ്റ് എന്നുള്ള ഇനാമൽ പെയിൻ്റാണ്, ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ ടർപ്പം മേടിച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്താണ് നമ്മൾ അടിക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് റോളക്സ്, ഇതൊരു പാക്കറ്റായിട്ടാണ് വരുന്നത്. ഇതിൽ ഇതുപോലെ നമുക്ക് മാറ്റ് ഇടാം, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു റോളറും കൂടിയാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് ഇത് നന്നായി പെട്ടെന്ന് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാം. പഴയ ടിന്നിലോട്ട് നമുക്ക് കുറച്ച് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ചൊന്ന് ഒഴിച്ച് കുറച്ച് ടർപ്പനും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ സ്റ്റാൻഡൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് ഉണങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് വെച്ച്, ഇന്നത്തേക്ക് അത് ഉണങ്ങി എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റിലത്തെ സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ, ഇത്രയും നല്ല ഹൈറ്റിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പവും ആണ്. അപ്പോൾ ഒരു സ്റ്റാൻഡ് ഇതാണ്. ഇനി ഇതിന് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. കണ്ടില്ലേ, ഇതാണ് ഒരു സ്റ്റാൻഡ്. 2 തട്ടിലാണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 തട്ടല്ല, 3 തട്ടോ 4 തട്ടോ എത്ര തട്ട് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പറഞ്ഞ് നമ്മുടെ ഗാർഡൻ്റെ സെറ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതാണ് നമ്മുടെ 2ാമത്തെ സ്റ്റാൻഡ്. 3ാമത്തെ സ്റ്റാൻഡിൻ്റെ ഇതാണ്. കണ്ടില്ലേ, നമ്മൾ ആ ഒരു സൈസിന് കറക്റ്റ് എത്ര ആവശ്യം അതേ സൈസിന് നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സൈസ് മെഷർമെൻറ്റിൽ കിട്ടാൻ പറ്റില്ല. ഇതെല്ലാം ഇങ്ങനെ നിലത്ത് വാരി വെച്ചിരിക്കണം. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കണം. അപ്പോൾ അതാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി. ഇനി നമുക്ക് ഓരോരോ ചെടികളായിട്ട് ഓരോ സ്ഥലത്തായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മനോഹരമായ കുറേ ഫിലോഡെൻഡ്രോൺസുകളൊക്കെയാണ് ഞാൻ ഈ ഒരു സൈഡിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ തരം ഫിലോഡെൻഡ്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല മനോഹരമായ ഒരു ഫിലോഡെൻഡ്രോണാണ്. അപ്പോൾ അതെ, ഈ സൈഡിലൊക്കെ നമ്മൾ ഫിലോഡെൻഡ്രോൺസുകളൊക്കെ ഇങ്ങനെയൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഫിലോഡെൻഡ്രോൺസുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഫിലോഡെൻഡ്രോൺ ലവർ കൂടിയാണ് കേട്ടോ. എൻ്റെ പിങ്ക് പ്രിൻസിൻ്റെ കളർ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് പുതുതായി വരുന്ന ലീഫിലും പിങ്ക് കളർ ഹാഫ് പിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഫിലോഡെൻഡ്രോൺസുകൾ പൊതുവെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. വളർത്താൻ വളരെ എളുപ്പവുമാണ് ഫിലോഡെൻഡ്രോൺസ്. ഇത് നമ്മുടെ ബിർക്കിൻ, ഇത് മൂൺഷൈൻ, അങ്ങനെ ഇത് അറ്റാബ പോയൻസ് എന്ന് പറയുന്ന ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. അങ്ങനെ ഒത്തിരി വെറൈറ്റികളിൽ ഫിലോഡെൻഡ്രോൺസ് ഉണ്ട്. ഇത് റിംഗ് ഓഫ് ഫയറിൻ്റെ ഗ്രീനാണ്. അങ്ങനെ പല പല വെറൈറ്റികളിലുള്ള ഫിലോഡെൻഡ്രോൺസുകളാണ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടി, ഇത് സിൽവർ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ഫിലോഡെൻഡ്രോൺ. നല്ല വലിയ ലീഫായിട്ട് മാറും ഇത്. അപ്പോൾ ഇനി മറ്റേ സ്റ്റാൻഡിൽ നമുക്ക് കുറച്ച് അഗ്ലോണിമയും CC പ്ലാന്റും കൂടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി ഒതുക്കി നമുക്കൊന്ന് വെക്കാം. ഇനി നമ്മൾ ഈ ഒരു കുറേ CC പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് വെക്കാം. സാധാരണ നമ്മൾ ഈ പോട്ടുകളൊക്കെ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ അടിയിൽ നമ്മൾ ആ മണ്ണൊന്നും വീഴാത്ത അതിൽ വേണം വെക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗത്തൊന്നും കേട് കൂടാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ അതിന് അത്രമാത്രം ഈ പോട്ടിൻ്റെ അടിയിൽ വെക്കുന്ന ട്രേ ഒന്നും ഇല്ല. അപ്പോൾ അത് ഉള്ളവർ അതും കൂടെ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ല രസത്തിൽ അടിയിലൊന്നും മണ്ണൊന്നും വീഴാതെ നമ്മളിതുപോലത്തെ ഇൻ്റർലോക്കൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് അഗ്ലോണിമേ ഉള്ളൂ. അപ്പോൾ ആ അഗ്ലോണിമയും CC പ്ലാന്റും ഒക്കെ വെച്ചിട്ട് ഈ ഒരു സ്റ്റാൻഡ് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കടുത്ത ഈ സ്റ്റാൻഡിലോട്ട് വേണം പ്ലാന്റ്സുകളൊക്കെ പറക്കി ഒതുക്കി വയ്ക്കാൻ. ഇപ്പോൾ ഇതാ കുറേ ചെടികളെ നമ്മൾ സ്റ്റാൻഡിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര അല്ല, ഇനിയും ഒരുപാട് ചെടികൾ ആ സ്റ്റാൻഡിൽ വെക്കാനും പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ മിക്സഡ് ആക്കിയ ചെടികളൊക്കെ ഒരേപോലത്തെ ചെടികളെയൊക്കെ ഇതുപോലെ ഫസ്റ്റ് തട്ടിലും അല്ലാത്ത ചെടികളെയൊക്കെ സെക്കൻഡ് തട്ടിലും ഒക്കെ ആക്കി വെക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണോ നല്ലത്, അതോ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഏതെങ്കിലും അളവിലുള്ള ഏതെങ്കിലും ക്വാളിറ്റിയിലുള്ള ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങുന്നതാണോ നല്ലത്? അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സ്റ്റാൻഡിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ടില്ലെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടതാണ്. അറിയാവുന്നവർ കരുതുമായിരിക്കും, ഓ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമില്ല, ഇതിപ്പോൾ ഇയാൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ അറിഞ്ഞുകൂടാത്തവരും നമ്മൾ അറിയാതെ പോയി മണ്ടത്തരത്തിൽ ചാടുന്നവരും കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.